ഇപ്പോഴും നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു സീരിയലാണ് നമ്മുടെ പകിട പകിട പമ്പരമൊക്കെ. ഇപ്പോഴും ആളുകൾ അത് പറയാറുണ്ടോ? അതിന്നെ തീർച്ചയായിട്ടും. പകിട 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 പമ്പരം എന്ന് പറയുന്നത് ടോം ജേക്കബ് അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസറും മെയിൻ നടനും. അപ്പം ഞങ്ങൾ അന്ന് മറ്റു ചാനലുകളില്ലല്ലോ, ഇല്ല. അപ്പോൾ ദൂരദർശനാണ് ഏക ആശ്രയം. ദൂരദർശനിൽ എനിക്ക് ദൂരദർശൻ്റെ തന്നെ ആദ്യത്തെ പിന്നെ എന്താണ് ഒരു ഡ്രാമ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടു. അതൊരു പിന്നെ 50ഓളം പേര് അന്ന് എടുത്തു, ദൂരദർശനെടുത്ത്. അതിൽ ഞാനും ഉൾപ്പെട്ടു. അപ്പോൾ പിന്നെ അതൊരു ആദ്യമേ തന്നെ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രോഗ്രാമും അവൻ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ ആദ്യത്തെ നാടകം, ദൂരദർശൻ്റെ ആദ്യത്തെ നാടകം, അതിലഭിനയിക്കാൻ പറ്റി. തുടർന്ന് ഉണ്ടായ പരമ്പരകളിലെല്ലാം എനിക്കൊരു റോൾ ഉണ്ടാകും. കാരണം അവിടുത്തെ പിന്നെ ആർട്ടിസ്റ്റായി എന്നുള്ളൊരു കാരണം കൊണ്ട് ദൂരദർശൻ്റെ ഫാമിലി മെമ്പറായി അല്ലേ? ശരിക്കും ദൂരദർശൻ എനിക്ക് അടുത്തായി. അതെ, ശരിക്കും അവിടെ നിന്നാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. ഇത്രയും ചാനൽസ് വരുന്നതും യൂട്യൂബൊക്കെ ആക്റ്റീവ് ആവുന്നതും എല്ലാം ഇപ്പോഴല്ലേ, പക്ഷെ എല്ലാത്തിനും തുടക്കം അത് തന്നെയാണല്ലോ. പിന്നെ മലയാളികളുടെ തുടക്കം അത് തന്നെയായിരുന്നു. അതെ, അപ്പോൾ അന്ന് തുടക്കം മുതലേ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാൾ. അതെ, അതൊരു വലിയ നേട്ടമാണ്, വലിയൊരു അനുഗ്രഹമായിട്ടും ഞാനത് കാണുന്നു. അതെ, ഇപ്പോഴത്തെ ഈ 90s കിഡ്സിനൊക്കെ ഈ പകിട പകിട പമ്പരമൊക്കെ എപ്പോഴും ഒരു നൊസ്റ്റാൾജി ആണല്ലോ. അതെ 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 തീർച്ചയായിട്ടും. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് അത്തരം അന്നത്തെ പിന്നെ സീരിയലുകളുടെ ഓരോ രംഗങ്ങൾ പോലും ചിലപ്പോൾ പറയാറുണ്ട്. അത് പറയുമ്പോൾ അതൊക്കെ ഇവർ ഓർത്ത് വെച്ചിരിക്കുന്നല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന, നമ്മളോട് തന്നെ ഒരു വല്ലാത്തൊരു. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്ത് പറയുന്നൊരു മെമ്മറി എന്തായിരിക്കും ചേട്ടനെ പറ്റിയിട്ട്, ഈ പകിട പകിടയെ കുറിച്ചിട്ട്? അല്ല, അതിനകത്ത് ഓരോ ചില ചെറിയ ചെറിയ മാനറിസങ്ങൾ പോലും അവർ പറയുന്നുണ്ട്, ചില വിറ്റുകൾ അവർ പറയാറുണ്ട്. അതല്ലാതെ അത് മാത്രമല്ല, അന്നത്തെ കുറേ ബുൽബുൽ മാഫി, പിന്നെ താഴ്വാര പക്ഷികൾ, കുറേ ഒത്തിരി സീരിയലുകളുണ്ടായിരുന്നു. അപ്പോൾ ആ സീരിയലുകളിലെല്ലാം അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡിയായിട്ട് അഭിനയിക്കാനായിട്ട് പറ്റുന്ന ഒരു സംഭവമായിരുന്നു അന്ന്. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കൊരു ബോഡി ഷേമിങ് ആയിട്ട് അങ്ങനെ ഒരു ഇന്നുവരെ വരാൻ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ കോളേജിൽ പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജ്, അവിടുത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് കോളേജിൻ്റെ കൂട്ടുകാരുടെ ഒരു വലിയ കൂട്ടമുണ്ട്. ഞാനവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു ലെവലിൽ വന്നതുകൊണ്ട് അത്തരം ഒരിക്കലും നമ്മളിൽ വരില്ല, വന്നാൽ നമ്മൾ തിരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് കാണാനായിട്ടുള്ളൊരു പിന്നെ എന്തോ എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടു. വലിയ കാര്യമായി. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഒരുപാട് സീരിയലുകളുടെ തുടക്ക സമയത്തൊക്കെ ഒരുപാട് സീരിയലുകളുടെ ഭാഗമാകാൻ പറ്റി. ഇപ്പോൾ നമ്മൾ സീരിയലുകൾ നോക്കുവാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ദൂരദർശനിലെ സീരിയൽ അഭിനയിച്ച ആളെന്ന നിലയിൽ ഇപ്പോഴത്തേക്ക് സീരിയലുകളൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ചേട്ടൻ തന്നെ നോക്കി കാണുന്നത്? അയ്യോ, ഒരുപാട്. പിന്നെ സിനിമ ഓരോ മാറ്റം, കാലത്തിനനുസരിച്ചുള്ള മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഓരോ ഷോർട്സിലും പിന്നെ ഓരോന്നും വ്യത്യസ്തമായി അവരെന്ത് പുതുതായിട്ട് കണ്ടെത്താം എന്നുള്ള ലെവലിലാണല്ലോ നമ്മൾ കാണുന്ന. പണ്ടാണെങ്കിൽ പ്ലെയിനായിട്ട് എടുക്കുക എന്നുള്ളത്, അതിലപ്പുറം പിന്നെ വലിയ എന്താണ് അതിലേക്ക് ഇറങ്ങിപ്പോകത്തില്ല. കാരണം എന്തായിരുന്നാലും അവർ കണ്ടോളും. അല്ല, പണ്ട് പക്ഷെ കുറച്ചുകൂടെ നല്ല കഥകളുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ചാനലിൻ്റെ പക്ഷത്തൊന്നും എനിക്ക് പറയാൻ പാടില്ലാത്തതാണ് എങ്കിൽ പോലും പിന്നെ സത്യം പറയണമല്ലോ. അതായത് ഈ സ്ത്രീകളെ ഇരുത്തി കാണാൻ വേണ്ടി കൊച്ചമ്മമാരുടെ അല്ലെങ്കിൽ പിന്നെ മരുമോളെ പിന്നെ കഷ്ടപ്പെടുത്തുന്ന അമ്മായിയമ്മ, ഇത്തരം സീരിയലുകൾ അത് അവസാനം ഒരു നല്ല രീതിയിലായിരിക്കും കൊണ്ടുവരുന്നത്. ഈ സീരിയലിൻ്റെ അവസാനം എല്ലാം പ്രായശ്ചിത്തമൊക്കെ, പക്ഷേ ഈ പ്രായശ്ചിത്തം അനുസരിച്ച് വരുന്നത് ആകെ 1-2 എപ്പിസോഡിൽ മാത്രം. ബാക്കി 1500 എപ്പിസോഡും ഇതാണ് വീട്ടിൽ കാണുന്നത്. ഇതൊരു നെഗറ്റീവ് സ്പിരിറ്റ് വീടുകളിൽ ഉണ്ടാക്കുമെന്നുള്ളത് സത്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു വീട്ടിലെ ഡെയിലി ഇത്തരം കാര്യങ്ങളല്ലേ കാണുന്നത്. പിന്നെ
അതും ഇത് അമ്മായിയും മരുമോളും ഒരുമിച്ചിരുന്ന് കാണുകയാണ്. അവൾ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു നോട്ടവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ഇതല്ലേ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കഥകളിലുണ്ടായ അപജയം ഒത്തിരി ഉണ്ട്. പഴയ സിനിമകളിലുണ്ടായ കഥകൾ പോലെയും സിനിമകളിലും അത്തരം നല്ല കഥകളുള്ള സിനിമകളുണ്ടായിരുന്നു. അത് പിന്നെ ഓരോ കാലത്തിൻ്റെ മാറ്റമാണ്. ഇപ്പോൾ ഫാസ്റ്റാണല്ലോ, ഫാസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, ഇതുപോലെ തന്നെ ഇപ്പം ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. സൗഹൃദങ്ങളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മിമിക്രി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയ നാൾ മുതൽ, ദൂരദർശനിൽ അഭിനയിക്കുന്ന സമയം മുതൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്ന സൗഹൃദങ്ങൾ ഏതൊക്കെയാ? തീർച്ചയായിട്ടും ഇഷ്ടം പോലെ. നമ്മുടെ പിന്നെ മിമിക്രിയിൽ ഒത്തിരി പേര് എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒത്തിരി പേര്, പത്മനാഭൻ തമ്പി, ജോസഫ് വിൽസൺ, ബിസാർ, ജിയലാൽ, ഒരു മരിച്ചുപോയൊരു ഉണ്ട് കേട്ടോ, വഴുതക്കാട് ബാബു സാറ്. ഇവരൊക്കെ മരിച്ചുപോയ കുട്ടികളാണ്, കാരണം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ സുൽഫി, ഒത്തിരി പേരുണ്ട്. KS പ്രസാദ്, നമ്മുടെ കലാഭവനിലെ പ്രസാദേട്ടനായിട്ട് ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ പിന്നെ ട്രിപ്പ് പോയ കക്ഷികളാണ്, ഗൾഫിലുമൊക്കെ. ആദ്യകാലത്തെ നമുക്ക് പോകാൻ പറ്റി. സൗഹൃദങ്ങൾ അപ്പം മിമിക്രി സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി അല്ലേ? അന്നത്തെ കാലത്ത് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അവരെല്ലാവരും അന്നത്തെ മിമിക്രിയും ഇന്നത്തെ മിമിക്രിയും തമ്മിൽ ഒക്കെ മാറി ഇന്ന് എന്താ പിന്നെ ഇടയ്ക്ക് മിമിക് ഷോ ആയിരുന്നു, മിമിക്സ് പരേഡ് ആയിരുന്നു. ഇപ്പം വേഷങ്ങൾ ഇട്ടുകൊണ്ട് വന്ന് അതേ വേഷങ്ങളിൽ, നടന്മാരുടെ വേഷങ്ങളിൽ എനിക്ക് പണ്ടേ കാലത്താണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ശബ്ദങ്ങളായിരുന്നു. ഇപ്പം ഈ കേൾക്കുന്ന ശബ്ദങ്ങളും അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ആയിരുന്നു. അത് മാറി ഇന്ന് വന്ന് നിൽക്കുന്ന അറിയില്ല. ഇപ്പോൾ പിന്നെ സിനിമാ താരങ്ങളൊക്കെ നല്ല രസമായിട്ട് ഇപ്പം ഇറങ്ങിയ നടന്മാരൊക്കെ എന്ത് കാര്യമായിട്ടാണ് ഓരോരുത്തർ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അവരാണെന്ന് തോന്നിപ്പോവും. അതിൻ്റെ മൈന്യൂട്ടായ സാധനങ്ങൾ പോലും അവരത് പിന്നെ കൃത്യമായിട്ട് പറയുമെന്നുള്ളതാണ്. ജോബി ചേട്ടൻ്റെ മെയിൻ ഐറ്റം എന്തൊക്കെയായിരുന്നു പണ്ട്? അന്ന് മിമിക്രി തുടങ്ങുന്ന കാലമല്ലേ, നമ്മളെ 4 പേരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്ത് ഹാസ്യമാണ് അതിൻ്റെ ഒരു രസക്കൂട്ടെന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി എന്തൊക്കെ ഉണ്ടാകുമോ അന്ന് കുഞ്ഞു സംഭവങ്ങൾ. ഞാൻ മിമിക്രി മോണോ ആക്റ്റായിരുന്നു എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നു. മോണോ ആക്ട് നാടകമായിരുന്നു എൻ്റെ ബേസ്. നാടകങ്ങളുടെ കൂടെയാണ്. പിന്നെ മിമിക്രിയൊക്കെ പോക്കറ്റ് മണിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ടുന്ന സാധനങ്ങൾ, അന്നത്തെ തരം സാധനങ്ങൾ. പിന്നെ നാടകം ഇപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ഇപ്പോഴും ഞാൻ നാടകം കളിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ജീവൻ മരണ പോരാട്ടം എന്ന് പറഞ്ഞ നാടകം ഞാനും പ്രകാശ്, എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ രണ്ടുപേരുമായിട്ട് 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു നാടകമായിരുന്നു.